തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഈ 6 റൺ വിക്ടറി എനിക്ക് എന്റെ എല്ലാ ഓർമ്മകളും ഞാൻ നോക്കിയിട്ട് ഇത്രയും ചെറിയൊരു മാർജിനിൽ ഇന്ത്യ വിജയിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും അത് മാത്രമല്ല നമ്മളിത് പ്രതീക്ഷിച്ചില്ല. കാരണം വളരെ ഈസിയായിട്ട് അവർ വിജയിക്കും എന്ന് ഞാൻ അഫ്കോഴ്സ് ക്രിക്കറ്റ് എൻതൂസിയാസ്റ്റ് എന്ന നിലയിൽ നമ്മൾ കളി കാണുന്നത് നമ്മുടെ ഒരു ഭാഗമായതുകൊണ്ട് മാത്രം ഞാൻ കളി കാണാനായിട്ട് ഇന്ന് കാലത്ത് ഉച്ചയ്ക്ക് TV ഇട്ട് പറയുമ്പോഴേക്കും 347 എന്ന സ്കോർ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു കളി കഴിഞ്ഞു. അപ്പോഴാണ് എനിക്കിപ്പോൾ മാജിക് ബോൾ, സിറാജിന്റെ ആ മാജിക് ബോൾ ജാമി സ്മിത്തിനെടുത്തത്. അതാണ് ടേണിംഗ് പോയിന്റ്. പെട്ടെന്ന് ആ വിക്കറ്റ് പോയതോടെ പെട്ടെന്ന് നമുക്കൊരു വിജയിക്കാനൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നൽ ടീമിന് മുഴുവൻ ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് സിറാജിന് ഈ മത്സരം വളരെ ക്രൂഷ്യലാണ്. കാരണം അദ്ദേഹം ഡ്രോപ്പ് ചെയ്ത ആ ക്യാച്ചില് ഹാരി ബ്രൂക്ക് 19 ഔട്ട് ആവേണ്ട ആള് 111 റണ്ണെടുത്തു. അപ്പൊ സിറാജിനെ സംബന്ധിച്ചോളം ഈ മത്സരം കുറച്ചും കൂടി ഒരു വ്യക്തിപരമായിട്ട് പ്രധാനപ്പെട്ട ഒരു മത്സരം കൂടിയായിരുന്നു. അത് അദ്ദേഹം ശരിക്കും ഇന്ന് യൂസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ ബോളിംഗ് ശരിക്കും ഇന്ന് സിറാജ് വാസ് എക്സ് ഫാക്ടർ, നമ്മുടെ ഒരു എക്സ് ഫാക്ടർ എന്ന നിലയിൽ. കാരണം അങ്ങനെ ഒരു എക്സ് ഫാക്ടർ വരാതെ ഇന്ത്യ വിജയിക്കില്ല എന്ന് തീർച്ചയായിരുന്നു. ഇല്ലെങ്കിൽ നമ്മളെ ഹാരി ബ്രൂക്കിനെയും ജോ റൂട്ടിനെയും ശരിക്കും ഹാരി ബ്രൂക്കിനെ എക്സ് ഫാക്ടർ ആയിട്ട് എടുത്തേ. കാരണം ഹാരി ബ്രൂക്കാണ് ശരിക്കും ടീമിനെ ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ആ ബാറ്റിംഗ് അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ക്രെഡിറ്റ്, ഫുൾ ക്രെഡിറ്റ് ഇപ്പൊ നമ്മൾ സിറാജിന് കൊടുക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ സിറാജിന്റെ ഇന്നത്തെ ബോളിംഗ് മാസ്മര ബോളിംഗ്, അതാണ് ഏറ്റവും തമാശ. അത് നല്ല ലെങ്ത് വെച്ച് ഇത്തവണ റൺസ്, അതിനകത്ത് അധികം റണ്ണും കൊടുക്കാൻ പാടില്ല. വെറും ഇത്രയും ചെറിയൊരു സ്കോർ 35 റൺസ് എന്നൊക്കെ പറഞ്ഞാല് അത് വെറും കയ്യിലുള്ള ഏത് ടീമിനും 4 വിക്കറ്റിന് ഒതുങ്ങാവുന്ന ടീമാണ്. മാത്രം ഇന്ത്യയുടെ അവസാന ബാറ്റ്സ്മാരെ ഔട്ടാക്കാനുള്ള റെപ്യൂട്ടേഷൻ വളരെ മോശമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു കണ്ണു തുറന്നൊരു കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ എനിക്ക് ഡോക്ടർ രാജനാഥ് തോന്നുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ ഇംഗ്ലണ്ടിൽ ഇങ്ങനത്തെ ഒരു വിക്ടറി കിട്ടുക എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ്. അതും ഈ സീരീസ് ലെവലിയാ. പ്രത്യേകിച്ചും ടെസ്റ്റിൽ ഈ സീരീസിൽ പോകുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ പഴികെട്ട ഒരു ടീമാണ്. ടീം ഒന്നിനും കൊള്ളില്ല, 5-0 തോൽക്കും. അത് വന്നിട്ട് എന്തോരം ക്രിറ്റിക്സ് അതിനെ കുറ്റം പറയുണ്ടായിരുന്നു. അന്ന് പ്രീ ടെസ്റ്റ് റിവ്യൂവിൽ എനിക്ക് വേറെ ചാനലിൽ സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞതാണ് എനിക്ക് അന്ന് ഞാൻ വിചാരിച്ചു അയ്യോ ഇനിയിപ്പോൾ അതൊരു പ്രശ്നമാവോ എന്ന് വിചാരിച്ചാണ്. അന്ന് ഞാൻ പറഞ്ഞു വെരി ഗുഡ് ടീം, ഇന്ത്യൻ ടീംസ് ക്രിക്കറ്റിനെ റീബിൽഡ് ചെയ്യും. ശരിക്കും നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ ലോർഡ്സിനും ജയിക്കേണ്ടതായിരുന്നു. ലോർഡ്സിന് വെറും 22 റണ്ണാണ് തോറ്റത്. ശരിക്കും 3-1 ഇന്ത്യ ജയിക്കുന്നതിന് പകരം 2-2 ആയി എന്നുള്ളത്, അറ്റ്ലീസ്റ്റ് സീരീസ് തോറ്റില്ല എന്നുള്ളത് ഏറ്റവും ആഹ്ലാദകരമാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച്. ഇറ്റ് ഇസ് റിയലി എ ഗ്രേറ്റ് ഡേ. രോഹിത് ഇല്ലാത്ത ഇന്ത്യ, കഴിഞ്ഞ കോഹ്ലി ഇല്ലാത്ത ഇന്ത്യ, രോഹിത് ഇല്ലാത്ത ഇന്ത്യ, തല ഉയർത്തി മടങ്ങാം ശുഭ്മൻ ഗില്ലിനും ടീമിനും അല്ലെ? തീർച്ചയായിട്ടും അവരൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും. തീർച്ചയായിട്ടും 2 ടെസ്റ്റ് ജയിച്ചത് ബുംറ ഇല്ലാത്തപ്പോഴാണ്. ഇന്ത്യയുടെ ബെസ്റ്റ് ബോളർ റെസ്റ്റ് എടുത്ത സമയത്താണ് നമ്മൾ 2 ടെസ്റ്റ് ജയിച്ചിരിക്കുന്നത്. ബുംറ ഉള്ളപ്പോഴാണ് 2 ടെസ്റ്റ് തോറ്റത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ടീം സ്പിരിറ്റും അവരുടെ ഒരുമയോടുള്ള ആ മത്സരത്തോടുള്ള അവരോടുള്ള ഒരു അപ്രോച്ചും തീർച്ചയായിട്ടും വിജയിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ആ സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റിംഗ് ഉണ്ടല്ലോ, എന്ത് നന്നായിട്ടാണ് ബാറ്റ് ചെയ്തത്. നമ്മൾ ആ 396 റൺസ് എടുത്തപ്പം നമ്മൾ ശരിക്കും കാണിച്ചു കൊടുത്തു ദാറ്റ് വി ക്യാൻ ഡു ഇറ്റ്. പക്ഷെ ഇംഗ്ലണ്ടിന്റെ ഇത്രയും നല്ലൊരു റിട്ടേൺ, കാരണം എനിക്ക് പിന്നെ ഫസ്റ്റ് ടെസ്റ്റിന്റെ ഓർമ്മ 371 റൺസ് അവർ ചേസ് ചെയ്തെടുത്തതാണ്. ആരതിലേക്ക് വീണ്ടും പോകുമ്പോ ഈ ടെസ്റ്റും എന്നൊരു പേടിയോടെയാണ് ഇന്നലെ രാത്രി ഞാൻ കിടന്നത്. പക്ഷെ ഇന്ന് മുഹമ്മദ് സിറാജ് എന്നുള്ള ആ മാന്ത്രികന്റെ മുമ്പ് ഇംഗ്ലണ്ട് മടക്കി തന്നെ പറയണം.